ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഗോതമ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്പത്തിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1.5 കപ്പ് ഗോതമ്പൊടിയിൽ നിന്നും നമുക്ക് ഒരു 15 അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങ ഒന്നും ചേർക്കാത്ത കാരണം തന്നെ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 1/4 കപ്പ് ചോറും കൂടി ചേർക്കാം. ഇപ്പോൾ ചോറില്ല എന്നുണ്ടെങ്കിൽ കുതിർത്ത അവൽ 1/4 കപ്പ് ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചോറ് നല്ല ചൂടുള്ള ചോറാണ്. ഇപ്പോൾ ഒരു 1/4 കപ്പ് തന്നെ മതിയാവും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് ഇളം ചൂട് വെള്ളത്തിലിട്ട് 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ പാത്രത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമ്മൾ നേരിട്ട് ഗോതമ്പൊടി മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോൾ ശരിക്കും അരച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കുറച്ച് കട്ട ഉണ്ടാവും, പക്ഷേ നമ്മൾ അരച്ചെടുക്കുമ്പോൾ മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ പാത്രത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചാലും മതി. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വെള്ളം നോർമലായിട്ടുള്ള വെള്ളമാണ്, ചൂടുവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് തന്നെ മാവ് ഒന്ന് ചൂടാവും. അപ്പോൾ ആ ഒരു ചൂട് തന്നെ മതി. ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ഇത് അരമണിക്കൂർ നേരത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് നല്ലതുപോലെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. തണുത്ത സ്ഥലത്തൊക്കെയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കായിരിക്കും. അല്ലാത്ത സമയത്താണെങ്കിൽ 30 മിനിറ്റ് തന്നെ ഫെർമെൻ്റായി കിട്ടും. അങ്ങനെ തണുത്ത സ്ഥലത്തൊക്കെയാണ് ഉള്ളെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. 30 മിനിറ്റിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ മാവിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പമാവിൻ്റെ പരുവത്തിലാക്കിയെടുത്താൽ മതി. എന്നാലും ശരിക്കും ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം. മാവ് ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ലയിടൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള അപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാം. ഇത് മുട്ട റോസ്റ്റിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ്സൊക്കെ കണ്ടില്ലേ, നല്ല മൊരിഞ്ഞിരിക്കും, അതേപോലെ നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. തണുത്തു പോയാലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ടേസ്റ്റ് അങ്ങനെ തന്നെ ഇരിക്കും. ഈ ഒരു അളവിൽ നിന്ന് നമുക്കൊരു 15 അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചും കൂടി അപ്പം കൂട്ടി വേണമെങ്കിൽ അതിനനുസരിച്ച് ഗോതമ്പൊടി കൂട്ടിയെടുത്താൽ മതി. ഈ ഒരു അളവിൽ നമുക്കൊരു 3 ആൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു അളവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.